നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തമ്പുരാൻ്റെ മൂന്നാമത്തെ ചോദ്യം. നിന്റെ മുഖം, ഒരാളുടെ മുഖം എപ്പോഴാണ് വാടുന്നത്? നമ്മൾ ചുമ്മാങ്ങിരിക്കുക, അങ്ങനെ വാടിയിരിക്കുമോ? ഇല്ല, വളരെ സന്തോഷമായിട്ടാണ് നമ്മളിരിക്കുന്നത്. നമ്മുടെ മുഖം എപ്പോഴാണ് വാടുന്നതെന്നറിയോ? പ്രിയമുള്ളവർ, നമ്മളൊരു പരീക്ഷ എഴുതിയപ്പോൾ നമുക്ക് 70 മാർക്ക് കിട്ടി. നമുക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും 70% മേടിക്കാൻ പറ്റിയല്ലോ. അപ്പോഴാണ് അപ്പുറത്തെ അന്നാമ്മയ്ക്ക് 85% മാർക്ക്. നമുക്കെന്നാ പറ്റും? മുഖം വാടും. അപ്പം ചുറ്റുപാടുമുള്ള മനുഷ്യൻ്റെ നന്മകളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നമെല്ലാം. അപ്പുറത്തെ പെണ്ണിനെ കെട്ടിച്ച് വിട്ടിട്ട് ഡോക്ടർ, ഇപ്പുറത്തെ മകള് ഓസ്ട്രേലിയക്ക് പോയി. എൻ്റെ മകളുടെ പഠനം മാത്രം ശരിയാകുന്നില്ല. ഞങ്ങൾ വീട് പണിതപ്പം ശരിയായില്ല, അനിയത്തിയുടെ കാര്യം ശരിയായി, ചേട്ടത്തിയുടെ കാര്യം ശരിയായി, മറ്റവരുടെ കാര്യം ശരിയായി. ഇങ്ങനെ ചുറ്റുപാടുകളെക്കുറിച്ച് ഓർത്ത് വളരെ അസ്വസ്ഥരായി കഴിയുന്നവരാണ് നമ്മളിൽ പലരും. ടെൻഷൻ, ഭാരം, ഇതെല്ലാം ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടാണ് നമുക്കുണ്ടാകുന്നത്. ഒന്നുമില്ലാത്തടത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മൾക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ലാം ഉള്ളിടത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ സന്യാസിയായിട്ട് വളരെ സമാധാനത്തോടെ ഒരു ഹൈ റേഞ്ചിലൊരു പള്ളി താമസിക്കുക, പ്രിയമുള്ളവർ. വളരെ സമാധാനത്തോടെ, ഒരു ടെൻഷനും ഇല്ലാതിരിക്കുക. രാവിലെ എന്തെങ്കിലും ചെറിയ ആഹാരം ഉണ്ടാക്കി കഴിക്കും. അത് തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് വളരെ സംതൃപ്തിയാണ്. ചില ദിവസം പയറൊക്കെ പുഴുങ്ങി, എനിക്ക് മനസ്സിൽ എന്താണോ രാവിലെ തോന്നുന്നത് ആഗ്രഹത്തിനൊത്താണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത്. രാവിലെ എനിക്ക് തോന്നുന്നത് പയർ പുഴുങ്ങി ശർക്കര ഇട്ട് കഴിക്കണം, ഉടനെ തന്നെ ഞാനത് ഉണ്ടാക്കും. ആരെങ്കിലും 2 പിള്ളേർ വരും, അവർക്കും കൊടുക്കും. സന്തോഷം. ഉച്ചയാകുമ്പോൾ പ്രിയമുള്ളവർ, എനിക്ക് തോന്നുകയാണ് ഇന്ന് ചേന പുഴുങ്ങിയത് കഴിച്ചാൽ മതി. അന്നേരം തന്നെ 2 ചേന മേടിക്കുന്നു, അങ്ങനെ കഴിച്ച് നല്ല സമാധാനത്തിലിരിക്കുകയാണ്. അലച്ചിലും ഇല്ലാതിരിക്കുന്ന കാലത്താണ് ഞാനൊരു ദിവസം, പ്രിയമുള്ളവരെ, ഒരു 3 വൈദികരുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. ഞാനിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വർത്തമാനം വന്നു. അവർ സംസാരിച്ചത് നല്ല കാര്യങ്ങളെക്കുറിച്ചാണ്, കൃഷിയെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. എനിക്ക് കൃഷിയെക്കുറിച്ചൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അവർ സംസാരിച്ചതാണ് ഏലക്കൃഷിയെക്കുറിച്ചാണ്. പറഞ്ഞു, ഞാൻ 10 ഏക്കർ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ ഒരു 5 ഏക്കറോടെ മേടിച്ചു. അപ്പോൾ നല്ല തട്ട കിട്ടും മേടുന്നു. ആ തട്ട ഇപ്പോൾ കുഴിച്ച് വെച്ചാൽ ഇഷ്ടം പോലെ അതുണ്ടാകും. അത് ഇന്നടത്ത് കൊടുത്താൽ ഇന്നപോലെ ഭയങ്കരമായിട്ട് 3000 രൂപയൊക്കെ കിട്ടും. അത് പച്ച നിറമുള്ളത് മാറ്റി വെച്ച് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൈസ. ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ഇൻട്രസ്റ്റോടെ കേട്ടുകൊണ്ടിരുന്നു. ഈ ഏലക്കൃഷിയെക്കുറിച്ച് ഞാൻ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരെന്നെ കാറിൽ നിന്നിറക്കി എൻ്റെ സ്ഥലത്ത് വിട്ട ശേഷം അവരെല്ലാം പോയി. അവരൊരു പാപവും ചെയ്തില്ല. പക്ഷേ ഞാൻ അന്ന് വൈകുന്നേരം മുതൽ വളരെ അസ്വസ്ഥനായി. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എനിക്ക്. വല്ലാത്തൊരു നെഞ്ചിടിപ്പ് വരാൻ തുടങ്ങി. നെഞ്ചിനകത്ത് ഒരാദി പോലെ കയറാൻ തുടങ്ങി. വേറൊന്നും കൊണ്ടുമല്ല, 10 ഏക്കർ തോട്ടമുള്ള അച്ഛൻ്റെ കൂടെ ഞാൻ ശുശ്രൂഷിക്കും. 5 ഏക്കർ തോട്ടമുള്ള വേറൊരച്ഛൻ, അവരുടെയൊക്കെ ജീവിതം വളരെ സേഫാണ്. അതിൻ്റെ മധ്യത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞു പോയിട്ട് ഒന്നും ഉണ്ടാക്കാൻ പരിശ്രമിക്കാത്ത എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ടെൻഷൻ അങ്ങോട്ട് കയറാൻ തുടങ്ങി. ആ ടെൻഷൻ കയറിയപ്പോൾ ഞാൻ ഓർത്തു, ഇങ്ങനെയൊന്നും പോയാൽ പോരാ, എങ്ങനെയെങ്കിലും ഒരു 10 ഏക്കർ സ്ഥലം മേടിച്ച് ഇട്ടിട്ട് വേണം ഇനി നമ്മൾ പൗരോഹിത്യ ശുശ്രൂഷയുടെ ബാക്കി കാര്യം. ഇല്ലെങ്കിൽ നാളെ ഒന്നും കാണുകയില്ല. പിന്നെ 10 ഏക്കർ തോട്ടം എങ്ങനെ മേടിക്കാമെന്നുള്ളതിനെക്കുറിച്ച് രാത്രിയിൽ ചിന്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പിതാവായ ദൈവമേ, 10 ഏക്കർ തോട്ടം കിട്ടാൻ കരുണയായിരിക്കണമേ. പിതാവായ ദൈവമേ, യേശുവിൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് 10 ഏക്കർ തോട്ടം. തമ്പുരാന് തോട്ടം പോയിട്ട് ജനിച്ച മനുഷ്യന് ചാണകക്കൂട് പോലും ഈ നാട്ടിൽ കിട്ടാത്ത ആളോട് 10 ഏക്കർ തോട്ടം ഞാൻ ചോദിച്ചാൽ എവിടുന്ന് തരാനാ? പ്രിയമുള്ളവർ, ഈ 10 ഏക്കർ തോട്ടം എന്ന് പറയുന്ന സംഭവം എൻ്റെ നെഞ്ചിൽ നിന്ന് പോകാത്തിടത്തോളം കാലം ഞാൻ സ്വീകരിച്ച വിളി വഴി എനിക്കൊരിക്കലും സമാധാനം കിട്ടത്തില്ല. അതാ പ്രശ്നം. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ആ സമാധാനം നഷ്ടപ്പെട്ട കാര്യം ഞാൻ കണ്ടെത്തി. ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട. മനസ്സിൽ നിന്ന് അത് കളഞ്ഞു. എൻ്റെ വിളി അതല്ല. അത് കളഞ്ഞപ്പോൾ പഴയ സമാധാനം തിരിച്ചു കിട്ടി. നമ്മളൊക്കെ ഇപ്പോൾ എന്തു ചെയ്യാണ്? യേശുവിൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് മൂത്ത മകൾ അന്നാമ്മയ്ക്ക് IELTS കിട്ടുവാൻ കരുണയായിരിക്കണമേ. കർത്താവ് പോലും IELTS പാസ്സായ ആളല്ല.
പിന്നെ നമ്മുടെ മകൾ IELTS പാസ്സാകാൻ കാരണമായിരിക്കണം എന്ന് പറഞ്ഞ് എവിടെ പാസ്സാകാൻ? അപ്പോൾ IELTS പാസ്സാകാത്തിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുകയില്ല. അങ്ങനെ സമാധാനം നഷ്ടപ്പെടുത്തിയ നൂറുകണക്കിന് ദുരനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം ഈ ബലി സ്വീകരിക്കപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ബലി ഈ ദേവാലയത്തിൽ വെച്ച് സ്വീകരിക്കപ്പെട്ട അഗ്നി ഇറങ്ങി ഇതൊരു കനലാകണമെങ്കിൽ ഇതിനകത്തുനിന്ന് കളയേണ്ട ചില സ്വപ്നങ്ങളുണ്ട്, ഇതിനകത്തുനിന്ന് പൊളിച്ചടുക്കേണ്ട ചില സ്വപ്നങ്ങളുണ്ട്. അതുകൊണ്ട് സ്വപ്നം കാണാം, പക്ഷേ ആ സ്വപ്നം എവിടം കൊണ്ട് ഒതുങ്ങണം? നമുക്കൊക്കെ സ്വപ്നം, നമ്മൾ അബ്ദുൽ കലാം പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ സ്വപ്നം കാണുന്നവരാകണം. പക്ഷേ ഒരു ക്രിസ്ത്യാനിയുടെ സ്വപ്നത്തിനകത്ത് എന്തേ ഉണ്ടാകാവുള്ളൂ? പ്രിയമുള്ളവരെ, ആ സ്വപ്നത്തിനകത്ത് ഇതാ കാലിത്തൊഴുത്ത് മുതൽ കാൽവറി വരെയുള്ള ഒരു ജീവിതത്തിനപ്പുറത്ത് സ്വപ്നം കണ്ടാൽ നിങ്ങളൊക്കെ ആ സ്വപ്നങ്ങളെ ഓർത്ത് കരയേണ്ടി വരും. ഇതിനകത്ത് ഒതുങ്ങണം. ഒതുങ്ങിയാൽ വളരെ സമാധാനമായി. കാലിത്തൊഴുത്തിൽ ആരംഭിച്ച് കാൽവറിയിൽ ഇത് തീരുന്ന ഒരു സ്വപ്നമേ ഈ ഭൂമി വെച്ച് കാണാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തൊന്നുണ്ട്. ഈ കാൽവറി ക്രൂശിനപ്പുറത്ത് ഇതാ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്വപ്നം. എന്താണ്? തുളഞ്ഞ കൈകളും കുത്തിത്തുറക്കപ്പെട്ട നെഞ്ചും ആണിയടിക്കപ്പെട്ട് തകർന്ന കൈകാലുകളും ഉണ്ടോ? ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സ്വപ്നങ്ങൾ. അതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റും. ദേ നോക്ക്, ഈ ലോകം എന്നെ ആണിയടിച്ചിട്ട് ഒന്നും പറ്റിയില്ല, എൻ്റെ നെഞ്ചത്ത് കുത്തിയിട്ട് ഒന്നും സംഭവിച്ചില്ല, എൻ്റെ തലയിൽ മുൾക്കിരീടം ആഞ്ഞു നിറച്ച് വെച്ചിട്ട് ഒന്നും പറ്റിയില്ല. ഈ സ്വപ്നമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ലോകത്തിലേത് മനുഷ്യൻ പരിക്കേൽപ്പിച്ചാലും ആ പരിക്കുകൾക്കപ്പുറത്ത് നിന്നെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഇത് മാത്രമേ നിൻ്റെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നിൻ്റെ ബലികൾ സ്വീകരിക്കപ്പെടാൻ പറ്റാത്തൊരു തടസ്സമായി അത് നിൻ്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവും. നമ്മളൊക്കെ ബലം പിടിക്കുന്ന കാണും, നടക്കുമെന്ന്. അത് ഉറപ്പല്ലേ? അമ്മക്കറിയരുത് നടക്കുകയില്ലെന്ന്. ചില ആളുകളൊക്കെ തിരുമേനിങ്ങനെ പ്രാർത്ഥിക്കും നടക്കുമെന്ന്. നടന്നെന്ന് പറയാം. നമ്മളതങ്ങോട്ട് വിട്. ഞാൻ ചിലരോടൊക്കെ പറയും, ദൈവത്തിന് കൊടുക്ക്, നടക്കുമോ നടക്കാതിരിക്കുമോ ചെയ്യട്ടെ. എനിക്കങ്ങനെ ഒരു പിടിവാശിയില്ല പ്രിയമുള്ളവർ. ഇപ്പോൾ ഒരു ക്യാൻസർ രോഗി വന്നു, നീ സൗഖ്യപ്പെടുത്തിയേ മതിയാവുന്നൊന്നുമില്ല. ഒന്നീ സൗഖ്യപ്പെടുത്തുക, ഇല്ലേ മരിക്കുക. മരിക്കുകയാണെങ്കിൽ ചവടം നടത്തും, സൗഖ്യപ്പെടുകയാണെങ്കിൽ സാക്ഷ്യം പറയും. ഇത്രയേ ഉള്ളൂ പ്രിയമുള്ളവർ. ധ്യാന കേന്ദ്രത്തിൽ ആൾ വന്നാൽ പ്രസംഗിക്കും, ഇല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. ഇത്രയേ ഉള്ളൂ. എനിക്കൊരു ടെൻഷനും ഇല്ല. ധ്യാന കേന്ദ്രത്തിന് ആൾ വരണം അങ്ങനത്തെ ഒരു ടെൻഷനേ ഇല്ല. 100 പേരാണ് എൻ്റെ സ്വപ്നത്തിൽ, ഈ ധ്യാനത്തിലെ എൻ്റെ സ്വപ്നമെങ്കിൽ 25 പേര് വന്നാൽ ഞാൻ ടെൻഷൻ അടിക്കേണ്ടി വരും. ഇല്ലേ? 25 പേര് ടെൻഷൻ അടിക്കേണ്ടി വരും. ഉണ്ടോ? എൻ്റെ സ്വപ്നത്തിൽ ഒരാളെ ഉള്ളെങ്കിൽ ഞാൻ ധ്യാനിപ്പിക്കാൻ തീരുമാനിച്ചാലോ, 100 പേര് വന്നാലും ഒരാൾ വന്നാലും എനിക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകുക. ഉണ്ടോ? അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ മാറണം. അപ്പോൾ എന്താ നീ കോപിച്ചിരിക്കുന്നു? നിൻ്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകുകയില്ലേ? എന്തൊക്കെയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്? 2 മക്കളുണ്ടായിരുന്നു, 2 മനുഷ്യരുണ്ട്. അതിലൊരാളുടെ പേരെന്താണ്? കായൻ, മറ്റൊരാളുടെ പേര് ഹാബേൽ. 2 പേരും ഡീസൻ്റ് പാർട്ടികൾ. പള്ളിയിൽ പോകുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, നേർച്ച കൊടുക്കും, ഡൊണേഷൻ കൊടുക്കും, നമ്മളെയൊക്കെ പോലെ തന്നെ. 2 പേരും നമ്മളെപ്പോലെ തന്നെ. പക്ഷേ അതിനകത്തൊരു പാർട്ടിയുടെ മാത്രം ബലി സ്വീകരിച്ചില്ല. സ്വീകരിക്കപ്പെടാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ചില പ്രതിസന്ധികൾ അയാളുടെ ജീവിതത്തിലുണ്ടായി. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അത് ആ കായനെ കൊണ്ട് അവസാനിച്ചില്ല പ്രിയമുള്ളവരെ. ആ കായൻ്റെ പാപം അനേകം തലമുറകളുടെ പാപങ്ങളായി മാറി. അവസാനം ആ കായന്യ പാപമാണ് ഒരു പുണ്യവാൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ്റെ നെഞ്ചിൽ ആണിയടിക്കാനിടയത്. കണ്ടോ? ദൈവത്തെ കൊല്ലാൻ ഒരു മനുഷ്യ സമൂഹം തീരുമാനമെടുത്തത് ഒരു മനുഷ്യൻ്റെ തലയ്ക്കകത്ത് കയറിക്കൂടിയ സ്വീകരിക്കപ്പെടാതെ പോയ ബലിയും അതിനെ ചുറ്റിപ്പറ്റി അവൻ്റെ മനസ്സിൽ കയറിക്കൂടിയ അസ്വസ്ഥതകളുമാണ് ഒരു പുണ്യവാൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ ആ പുണ്യവാനെ കൊല ചെയ്തത്. അപ്പോൾ ആ കായൻ എത്ര ഭയങ്കരനാണെന്ന് ആലോചിച്ച് നോക്കി. ആ കായന്യ ആത്മാവാണ് ആദാമിനെയും ഹവ്വായെയും പോലെയുള്ള പിതാവിൻ്റെ ചൈതന്യം തുടിക്കുന്ന മുഖത്തെ വിരൂപമാക്കി തീർത്തത്.
എന്താ പറഞ്ഞത്? എൻ്റെ അസ്ഥി, എൻ്റെ മാംസം എന്ന് പറഞ്ഞ ആളിപ്പോൾ പറയുന്നത് എന്താ? നീ എനിക്ക് തന്ന ഈ സാധനം ഉൾക്കൊള്ളാനേ പറ്റുന്നതല്ല, എനിക്കിതിനെ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് പകയോടെ ഹവ്വായുടെ അടുക്കൽ നിന്ന് മാറിപ്പോയത് ഈ ആത്മാവ് കയറിയതാണ്. ആ ആത്മാവ് കാൽവറി കഴിഞ്ഞ് ആ 2000 വർഷം പിന്നിട്ടിട്ടും ക്രിസ്ത്യാനിയുടെ നെഞ്ചത്ത് നിന്ന് ഇറങ്ങിപ്പോയോ? ഏത് സഭയിലാണ് സമാധാനമുള്ളത്? ഏത് ക്രൈസ്തവ കൂട്ടായ്മയിലുള്ളത്? എല്ലായിടത്തും ആര് കയറിയിരിക്കുക? ആര് കയറിയിരിക്കുക? കായേൻ. ജന്മപാപം പോകാൻ നമ്മൾ മാമോദിസ മുങ്ങി. എന്തായിരുന്നു ജന്മപാപത്തിൻ്റെ റൂട്ട്? കായേൻ. കായേൻ്റെ സ്പിരിറ്റായിരുന്നു, വെറുപ്പ്. മാമോദിസ 1 മുങ്ങി, ചിലർ 2 മുങ്ങി, 1, 2, 3 മുങ്ങിയവരുണ്ട്. എന്നിട്ടും മറ്റവൻ പോയോ? പോയില്ല. ആ റൂട്ട് അവിടെ കിടക്കുക. പിന്നെ എന്തിനാ ഈ മുങ്ങിയത്? അപ്പോൾ ഇതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാകണം. ക്രിസ്ത്യാനിയുടെ കൂദാശയ്ക്ക് അർത്ഥം ഉണ്ടാവണം, ക്രിസ്ത്യാനിയുടെ ഉടമ്പടികൾക്ക് അർത്ഥം ഉണ്ടാവണം, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തണം. അതുകൊണ്ട് ഈ കായേനെ നമ്മുടെ നെഞ്ചിൽ നിന്ന് മുറിച്ചു മാറ്റുന്നിടത്ത് മാത്രമേ ക്രിസ്തുവിൻ്റെ ബലിക്കോ അർത്ഥമുള്ള പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്ഷ എനിക്ക് പ്രയോജനപ്പെടത്തില്ല. പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ വെറുപ്പും വൈരാഗ്യവും വെച്ച് മൈക്കെടുത്ത് വെച്ച് മറ്റേ സഭക്കാരെ കുറ്റം പറയുക, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി പറയുക, മറ്റുള്ള സഭയിലെ അച്ഛന്മാരെ ചീത്ത പറയുക, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഏത് ആത്മാവ് പ്രവർത്തിക്കുന്നത്? കായേൻ. മനസ്സിലായോ? ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നതിലേക്ക് കയറുന്നത് എന്നതാ? കായേൻ. കായേൻ്റെ ആത്മാവ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പം ഞാൻ ഇവിടെ വന്ന കാലത്ത് എഴുതി വെച്ചതാണ്. ഇതാ ഇവിടെ സന്നിഹിതരല്ലാത്തവരുടെ കുറ്റം പറയുന്നൊരു ബോർഡ് എഴുതി വെക്കും. കാര്യം എന്നറിയോ? നമ്മുടെ ഇവിടെ വരാന്തയിൽ നിരന്നിരിക്കുന്നവരെല്ലാം മറ്റേ സഭയിലെ ആളുകളുടെ അച്ഛന്മാരുടെ കുറ്റം പറയുന്നു. ഞാനതുകൊണ്ട് എഴുതി വെച്ചു. പറയുമ്പോൾ ഇതുകൊണ്ടെല്ലാം സംഭവിക്കുന്നതെന്നറിയോ? വെറുപ്പിൻ്റെ ഈ ആത്മാവ് ഇങ്ങനെ വരികയാണ്. ആ ജന്മപാപത്തിൻ്റെ ആ വേരുകൾ ഇന്നും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ നറ്റുപോയിട്ടില്ല. അതുകൊണ്ട് ആദിമ പാപം തന്നെ വീണ്ടും നമ്മളറിയാതെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ധ്യാനം കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുള്ള ആ റൂട്ടുണ്ടല്ലോ, വെറുപ്പിൻ്റെ റൂട്ട്, വൈരാഗ്യത്തിൻ്റെ റൂട്ട്, അതെന്നേക്കുമായിട്ടില്ലാതാകണം. ഇല്ലെങ്കിൽ ഈ ആത്മാവുമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന്, ഈ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ ഒന്നിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് വേർപെടുന്നതെങ്കിൽ എന്നാ പറ്റാൻ പോകുന്നതെന്നറിയോ? ഈ കായേനെ ഇങ്ങോട്ട് അയച്ചതാരാന്നറിയോ? കായേൻ്റെ ആത്മാവിനെ ആരാ വിട്ടത്? ലൂസിഫർ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പൊട്ട് വെറുപ്പ് കിടപ്പുണ്ടെങ്കിൽ ലൂസിഫർ നേരെ വന്ന് അച്ഛൻ ശവപ്പെട്ടിയിൽ ശവമായിട്ട് നേരെ പള്ളിയിലേക്ക് പോകും. നിങ്ങളുടെ ആത്മാവിനെയും കൊണ്ട് ലൂസിഫർ എങ്ങോട്ട് പോകും? പാതാളത്തിലോട്ടും പോകും. കാര്യം നിങ്ങൾ പാട്ടും കൂട്ടുമൊക്കെ ആയിട്ട് എഴുതി വച്ചിട്ടുണ്ട്. എന്താ എഴുതി വച്ചിരിക്കുന്നത്? ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശവപ്പെട്ടി 25,000 രൂപയുടേതായിരിക്കണം, 5 അച്ഛന്മാരെ പ്രത്യേകം വിളിച്ച് ക്ഷണിച്ചിരിക്കണം, ഒരു മെത്രാച്ചനുണ്ടായിരിക്കണം, ബാൻഡ്യമേളം ഉണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എഴുതി വെക്കാൻ മേലാത്ത ഒന്നുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളുടെ ആത്മാവ് ശരീരം വിട്ടാൽ ഏത് ആത്മാവിൻ്റെ പിടിയിലാണോ അത് കഴിയുന്നത് അങ്ങോട്ടേ പോകൂ. അത് കായേൻ്റെ ആത്മാവിൻ്റെ പിടിയിലാണെങ്കിൽ നിങ്ങളെയും കൊണ്ട് ആത്മാവ് പോകും. അതിനെക്കുറിച്ചോർത്ത് നിങ്ങളുടെ തമ്പുരാൻ കരയുന്നുണ്ട്. നമ്മളെക്കുറിച്ചോർത്ത് ഗത്സമനായിൽ കരഞ്ഞവൻ ഇപ്പോഴും കരയുന്നുണ്ട്. എന്തിനാണെന്നറിയോ? എൻ്റെ ആത്മാവിനെ ഇവൻ സാത്താൻ്റെ പിടിയിൽ ഏൽപ്പിച്ചു. തിരിച്ചറിവുണ്ടായി ഈ ആത്മാവിനെ അപ്പന് തിരികെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. എൻ്റെ ഈ ബോഡി എന്തിനാണ് എനിക്ക് തന്നിരിക്കുന്നറിയോ? എൻ്റെ അപ്പൻ എൻ്റെ ആത്മാവിൽ, എൻ്റെ ശരീരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ ആത്മാവിനെ ഈ ഭൂമിയിലൂടെ കൂട്ടിക്കൊണ്ടുപോയി പിതാവിൻ്റെ കയ്യിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി തന്നതാണ് എനിക്ക് ഈ ബോഡി. ഇതുപയോഗിച്ച് എൻ്റെ ആത്മാവിനെ പിശാചിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കാനും പറ്റും, എൻ്റെ ആത്മാവിനെ
ദൈവത്തിൻ്റെ കൈ കൊണ്ടെത്തിക്കാനും പറ്റും. ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാ? ഞാനാ. അപ്പം നമ്മളെ നരകത്തിലോ സ്വർഗത്തിലോ കൊണ്ടുപോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആരാ? ദൈവമാണോ ഞാനാണോ? ഞാനാ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ എൻ്റെ വിധികർത്താവ് ആരാ? ഞാൻ. അപ്പം ഇപ്പം നരകത്തിൽ ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അവരെ നരകത്തിൽ കൊണ്ട് ഇട്ടതാരാ? ആ വ്യക്തി തന്നെ. നമ്മുടെ വല്യപ്പൻ നരകത്തിൽ കിടക്കാമെന്ന് വിചാരിച്ചു, കൊണ്ട് ഇട്ടതാരാ? വല്യപ്പൻ തന്നെ. വല്യപ്പൻ ഇനി അവിടെ ഇരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെറിയ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എടി ഇങ്ങോട്ട് പോരടി അലീസേ. അതുകൊണ്ടാണ് വല്യപ്പൻ്റെ അതേ സ്വഭാവം തന്നെ. മൂക്കത്ത് ശുണ്ടി, പിന്നെ പിടിവാശി. ഒരു കാലത്തും ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല. ഒരു കാലത്ത് എൻ്റെ പടിയുടെ അകത്തവർ ഞാൻ കയറ്റുകയില്ല. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ആ വല്യപ്പൻ്റെ സ്വഭാവം. എനിക്കെൻ്റെ വല്യപ്പൻ്റെ സ്വഭാവമാണ്. വല്യപ്പൻ എവിടെയാണ് ഇപ്പം? ലൂസിഫറിൻ്റെ മടിയിൽ നിന്ന് താരാട്ട് പാടി ഉമ്മയും മേടിച്ചുകൊണ്ടിരിക്കുക. ഇത് തന്നെ നമുക്ക് സംഭവിക്കും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ പിള്ളേർക്കൊന്നും കൊടുക്കാൻ പറ്റാത്തത്. നമ്മൾ ബൂസ്റ്റും ഹോർലിക്സും കൊടുത്തിട്ടും ഇതിൻ്റെ സ്വഭാവം നന്നാകാത്ത എന്തുകൊണ്ടാണ്? ഈ കൊച്ചിന് ദൈവീക പ്രസാദം പകരാൻ നിങ്ങളുടെ കയ്യിലില്ലല്ലോ. സ്റ്റോക്ക് ഉണ്ടേലല്ല കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾ കൊടുത്തില്ല, പിന്നെ നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് ആര് കൊടുക്കുമെന്നാണ്? പള്ളിയിലച്ഛൻ കൊടുക്കുമോ? ഇല്ല. നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് നിങ്ങൾ തന്നെ കൊടുക്കണം. ഇതാ ദൈവിക പ്രസാദം. അതുകൊണ്ട് കായേനെ മുറിച്ച് കളഞ്ഞ് ഹാബേലിനെ പോലെ ബലിവിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാകും. അപ്പൻ്റെ മുഖത്തേക്ക് അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ, ഓ ഈ വെളിച്ചം, ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമായത്, ഈ വെളിച്ചം ഇതാണ് എന്നെ പിടിച്ചു നിർത്തിയത് എന്ന് പറയാൻ പറ്റണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്താണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്? എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്? എന്താണ് മനസ്സിലാക്കാൻ പോകുന്നത്? നമ്മൾ തിരിച്ചറിയുക. ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാതെ കിടക്കുന്ന വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ, അവിഹിത ബന്ധങ്ങളുടെ, മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ ഒക്കെ റൂട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൽ. ആഗ്രഹങ്ങളുടെ എല്ലാം തമ്പുരാന് കൊടുത്തിട്ട്, പിതാവേ നീ തന്ന ആത്മാവുമായി, നീ തന്ന ശരീരവുമായി ഞാനിതാ നിൽക്കുന്നു. ഈ ശരീരം കൊണ്ട് എൻ്റെ ഈ ആത്മാവിനെ നിൻ്റെ കയ്യിലെത്തിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. നീ തന്ന ഈ ശരീരം കൊണ്ട് എൻ്റെ ഈ ആത്മാവിനെ, നീ തന്ന ഈ ആത്മാവിനെ നിൻ്റെ കയ്യിൽ തിരിച്ചെത്തിക്കാൻ എന്നെ അനുവദിക്കണമേ ഒന്ന് പ്രാർത്ഥിച്ചെല്ലാവരും. ഈ ധ്യാനത്തിലുടനീളം അങ്ങയുടെ ഹിതം തിരിച്ചറിയാനും അങ്ങയെ തിരിച്ചറിയാനും ഞങ്ങളെ തിരിച്ചറിയാനും ഞങ്ങളെ അനുവദിച്ചു കൊണ്ടിരിക്കണമേ. ഞങ്ങൾ ആരാണെന്ന് ഞങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ. ഞങ്ങളിൽ ചെത്തി വെടിപ്പാക്കേണ്ടത്, കഴുകി വെളുപ്പിക്കേണ്ടത് എന്താണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നൊരു ധ്യാനമാക്കി ഈ ധ്യാനം മാറ്റണമേ. ഓ പരിശുദ്ധാത്മാവേ, ഈ ധ്യാനത്തിലൂടെ എന്നെയും ഈ മക്കളെയും ഒരുപോലെ കഴുകി കടലാസ് പോലെ വെണ്മയുള്ളതാക്കി തീർക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ മുൻവിധികളും മുൻധാരണകളും എല്ലാം പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.